നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടപ്പാടി പ്രവിത്താനം റൂട്ടിൽ ചിറയാത്ത് ഭാഗത്ത് മരം വീണ് വൈദ്യുതി ലൈൻ തകർന്ന് താഴെ വീണ് 3 ദിവസമായിട്ടും വൈദ്യുതി ഓഫാക്കിയില്ലെന്ന് പരാതി. നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിൽ. ദുരിതം വിട്ടൊഴിയാതെ തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞു കുണ്ടും കുഴിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിൽ. കുഴികളിൽ ചാടി യാത്രക്കാരുടെ നടുവൊടിയുന്നതും പതിവ് കാഴ്ച. ബസ് കയറാനെത്തുന്ന യാത്രക്കാരുടെ അവസ്ഥയും പരിതാപകരം. മഴ കനത്താൽ വെളിയം നാലുനാക്കൽ തോട് കരകവിഞ്ഞ് ക്ഷേത്രവും വീടുകളും വെള്ളത്തിലാകുന്നു. മാടപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന വെളിയം നാലുനാക്കൽ തോട് ആഴം കൂട്ടി പ്രദേശവാസികളുടെ ദുരിതം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. ഇടപ്പാടി പ്രവിത്താനം റൂട്ടിൽ ചിറയാത്ത് ഭാഗത്ത് മരം വീണ് വൈദ്യുതി ലൈൻ തകർന്നു. താഴെ വീണ് 3 ദിവസമായിട്ടും വൈദ്യുതി ഓഫാക്കിയില്ലെന്ന് പരാതി. നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഈ വൈദ്യുതി ലൈൻ മരം വീണ് തകർന്നത്. പ്രദേശവാസികൾ KSEB ഓഫീസിൽ നേരിട്ട് പോയി വിവരം ധരിപ്പിച്ചെങ്കിലും 3 ദിവസമായി ഈ കറണ്ട് ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു. നിരവധി ആളുകൾ താമസിക്കുന്ന ഈ ഭാഗത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ റോഡിലൂടെ നടന്നു പോകുന്നതാണ്. വൈദ്യുതി ഓഫാക്കിയെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ ടെസ്റ്റർ ഉപയോഗിച്ച് പ്രദേശവാസികൾ ലൈൻ പരിശോധിച്ചപ്പോൾ വൈദ്യുതി ഉള്ളതായി കാണുകയായിരുന്നു. ഇതിവർ വീഡിയോയെ ചിത്രീകരിക്കുകയും ചെയ്തു. എന്റെ പിന്നെ 230 ഇതായാലും കിടക്കുന്നത് ഇതാ ഇതല്ലേ എല്ലാം 230 കിടക്കുന്നത്. അല്ല ഇതിനകത്ത് ഈ വിവരം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. റോഡിൽ പൊട്ടിവീണ വൈദ്യുതി ലൈൻ എടുത്തുമാറ്റുക പോലും ചെയ്യാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറെ ചെയർമാനായും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ കൺവീനറായും ഉൾപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വൈദ്യുതി മന്ത്രി തന്നെ കമ്മിറ്റി തയ്യാറാക്കിയിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ. മിനിഞ്ഞാന്ന് ഇവിടെ കാറ്റത്തും മഴത്തും കറണ്ട് പോയതാണ്. കറണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റിലോട്ട് ഒരു തേക്കിൻ്റെ ഏകരം കാറ്റത്ത് ഒടിഞ്ഞു വീണ് കറണ്ട് പോയതാണ്. ഞങ്ങൾ 2 പ്രാവശ്യം ചെന്ന് അവിടെ നിന്ന് KSEB ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ചെന്ന് പരാതി പറഞ്ഞ് അവിടെ എഴുതിങ്ങൾ വെച്ചിട്ട് പോകുന്നതാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ലൈനെ കറണ്ടുണ്ട്. 236 വോൾട്ട് കറണ്ട് ഞങ്ങൾ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ 236 വോൾട്ട് കറണ്ടുണ്ട്. അത് 3-4 പ്രാവശ്യം KSEB വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. എൻഗേജ് എപ്പോഴും വിളിച്ചാലും. പിന്നെ ഇവിടുന്ന് വാർഡ് മെമ്പറും എല്ലാം ബന്ധപ്പെട്ട് അവിടെ പോയിച്ചെന്ന് പറഞ്ഞ് ലൈൻ ഊരി. ഇപ്പോൾ ലൈൻ വന്നിട്ടില്ല. ഇന്ന് ഈ റോഡേ കൂടെ തന്നെ കറണ്ടായിരുന്നു. രാവിലെ കറണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഊരിട്ടുണ്ട്. ഇപ്പം കറണ്ടില്ല കേട്ടോ. ഇന്ന് വരെ ആരും നോക്കാൻ വന്നിട്ടില്ല. അത് വന്നിട്ട് ഇന്ന് വരെ ആരും നോക്കാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും. സുരക്ഷയുടെ കാര്യം പറഞ്ഞ് സേവനം നൽകാൻ മടിക്കുമ്പോഴാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ വൈദ്യുതി ലൈൻ 3 ദിവസമായി വഴിയിൽ കിടക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് ഇത്ര വലിയ സുരക്ഷാ പ്രശ്നമുണ്ടായിട്ടും ഇതുവരെയും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ദൃശ്യ ന്യൂസ്, പാല. ദുരിതം വിട്ടൊഴിയാതെ തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ തിരുനക്കര ബസ് സ്റ്റാൻഡ്. മഴക്കാലമായതോടെ കുഴികളിൽ ചെളിവെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. കുഴികളിൽ ചാടി യാത്രക്കാരുടെ നടുവൊടിയുന്നതും പതിവ് കാഴ്ചയാണ്. മാത്രമല്ല, ബസ് കയറാനെത്തുന്ന യാത്രക്കാരുടെ അവസ്ഥയും പരിതാപകരമാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം ശരീരത്തിൽ തെറിക്കാതെയും കുഴികളിൽ പോയി വീഴാതെയും ചാടി വേണം ബസ്സിൽ കയറുവാനും ബസ്സിൽ നിന്ന് ഇറങ്ങുവാനും. ബലക്ഷയത്തിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് മുൻപാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റിയത്. പിന്നീട് ജനങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം മാസങ്ങൾക്ക് മുൻപാണ് വാഹനയാത്രക്കാർക്കായി ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തത്. ബസ് കാത്തിരിപ്പുകാർക്ക് യാതൊരു സൗകര്യവും നഗരസഭ ഒരുക്കി കൊടുത്തിരുന്നില്ല. പിന്നീട് ഒരു സ്വകാര്യ വ്യക്തിയാണ് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് പണിതത്. പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ ഈ ബസ് സ്റ്റാൻഡ് എന്ന് നന്നാകും എന്ന് ആണ് ജനങ്ങളുടെ ചോദ്യം. ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന വെളിയം നാലുനാക്കൽ തോട് ആഴം കൂട്ടി പ്രദേശവാസികളുടെ ദുരിതം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മഴ കനത്താൽ തോട് കരകവിഞ്ഞ് ക്ഷേത്രവും പക്കിച്ചിറ, കരിക്കണ്ട, മുല്ലശ്ശേരി ഭാഗത്തെ വീടുകളും വെള്ളത്തിലാകും. വെളിയം നാലുനാക്കൽ തോട്ടിൽ ജലനിരപ്പുയർന്നാൽ പക്കിച്ചിറ, കരിക്കണ്ടം, മുല്ലശ്ശേരി ഭാഗത്തെ ഏകദേശം 35ഓളം വീടുകളാണ് ദുരിതത്തിലാവുന്നത്. മാടപ്പള്ളി ഭഗവതി ക്ഷേത്ര പരിസരവും വെള്ളത്തിലാകും. തോടിന്റെ ആഴം കൂട്ടിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തദ്ദേശ ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും നൽകിയെങ്കിലും ഫലമില്ലെന്നാണ് ഇവർ പറയുന്നത്. ഒരു തവണ വെള്ളം കയറിക്കഴിഞ്ഞാൽ
വീടുകൾ വൃത്തിയാക്കിയെടുക്കുന്നതിന് 2-3 ദിവസമെടുക്കും. ഇങ്ങനെ വൃത്തിയാക്കി കഴിയുന്ന സമയത്ത് അടുത്ത മഴ പെയ്താൽ വീണ്ടും ഇവർ ദുരിതത്തിലാകും. കനത്ത മഴ തുടർന്നാൽ ഇവിടെയുള്ളവർക്ക് പുറത്തേക്കിറങ്ങാനാവാത്ത അവസ്ഥയാണ്. തോടിന് സമീപം കൃഷി ചെയ്യുന്ന കർഷക കൂട്ടായ്മയുടെ കൃഷിയും വെള്ളമുയർന്ന് നഷ്ടമാവുന്നത് സ്ഥിരം സംഭവമാണ്. ഇതോടെ ഇവിടെ കൃഷി ചെയ്യുന്നതിന് ഇവർ മടിക്കുകയാണ്. പെരുമ്പനിശ്ശിയിൽ നിന്നും നാലുനാക്കൽ വഴി കൊടൂരാറ്റിലേക്ക് പോകുന്ന തോടാണിത്. തോടിന്റെ ആഴം കൂട്ടിയാൽ ജലനിരപ്പ് ഉയർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇതിന് അധികാരികൾ തയ്യാറാകുകയാണ് വേണ്ടത്. നിരവധി പരാതികൾ കൊടുത്തിട്ടും അനക്കമില്ലാത്ത അവസ്ഥയാണ്. ഇത് മാറുകയാണ് വേണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെളിയം നാലുനാക്കൽ തോട് പണ്ടത്തേതിൽ നിന്ന് ആഴം കുറഞ്ഞ് ഏതാണ്ട് തോട് ചില ഭാഗങ്ങളിൽ തോടില്ലാത്ത ഒരു അവസ്ഥ വരെയുണ്ട്. ഇതുമൂലം ഒരു ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ മാടപ്പള്ളി ക്ഷേത്രത്തിന് പിൻഭാഗത്ത് ഏതാണ്ട് പക്കിച്ചിറ ഭാഗത്ത് ഒരു 20ഓളം വീടുകൾ നിരന്തരം വെള്ളത്തിന് ആകുന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നത്. അതുപോലെ തന്നെ മാടപ്പള്ളി ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള വീടുകൾ റോഡ് പോലും കാണാൻ മേലാത്ത രീതിയിൽ വെള്ളം പൊങ്ങിയിട്ട് അവര് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കരിക്കണ്ടം ഭാഗത്ത്, അതുപോലെ മുല്ലശ്ശേരി ഭാഗത്ത് പല വീടുകളും വെള്ളത്തിനടിയിലാകുകയാണ്. തോടിനാഴമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തോടിനാഴം കൂട്ടി ഏകദേശം ഒരു 3 അടി ആഴം കൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇതുമൂലം ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായി മല്ലപ്പള്ളിയിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കൈരളി ന്യൂസ് മുൻ അസോസിയേറ്റ് ഡയറക്ടറും കേരള ബുക്ക് മാർക്ക് സെക്രട്ടറിയുമായ എബ്രഹാം മാത്യു, 24 ന്യൂസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് വിജയകുമാർ എന്നിവർ ചേർന്ന് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഹാളാണ് മല്ലപ്പള്ളി മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് വേദിയായത്. കൈരളി ന്യൂസ് മുൻ അസോസിയേറ്റ് ഡയറക്ടറും കേരള ബുക്ക് മാർക്ക് സെക്രട്ടറിയുമായ എബ്രഹാം മാത്യു, 24 ന്യൂസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് വിജയകുമാർ എന്നിവർ ചേർന്ന് മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമങ്ങളുടെ വികസനത്തിലും വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെയും അധികൃതരുടെയും മുന്നിലെത്തിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്ന് എബ്രഹാം മാത്യുവും, പറയുന്നത് നൽകുന്നതല്ല വസ്തുത കണ്ടെത്തുകയാണ് മാധ്യമങ്ങളുടെ കടമയെന്ന് വിജയകുമാറും പറഞ്ഞു. പ്രാദേശിക പത്രലേഖകരാണ് യഥാർത്ഥത്തിൽ ഒരു പത്രത്തിൻ്റെ വാർത്തകളുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. ആ പ്രാദേശികം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ ഒരു മധ്യവർഗക്കാരൻ്റെ ജീവിതശൈലിയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ആളുകൾ വളരെ 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 കുറവാണ്. എന്നാലും ആക്രമിക്കപ്പെടാനാണ് ഈ എൻ്റെ സഹപ്രവർത്തകരായ ഞാൻ ഉൾപ്പെടെയുള്ള ഈ സാധുക്കളായ മനുഷ്യർക്ക് യോഗമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്ന് പത്രാധിപരുടെ സ്ഥാനത്തേക്ക് CEO-മാർ വന്നു, ചീഫ് എക്സിക്യൂട്ടീവുമാർ വന്നു. അപ്പോൾ ആ ഒരു അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് ഒരു പോരായ്മയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. CEO-യേക്കാൾ പത്രാധിപർ ഉയർന്നിരിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രസ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ആ നാടിന്റെ വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാകണം എന്നതാണ് ഒരു വെയ്പ്പ്. പ്രസ് ക്ലബ്ബ് കേവലം മാധ്യമ പ്രവർത്തകരുടെ ഒത്തുചേരുന്ന സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ആ നാട്ടിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ പോരായ്മകൾ, അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമായി മാറുകയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഇപ്പോൾ പ്രസ് ക്ലബ്ബുകൾ അങ്ങനെ ആവണമെന്നില്ല. പത്രപ്രവർത്തക യൂണിയന്റെയും ജില്ലാ കമ്മിറ്റികളാണ് പ്രസ് ക്ലബ്ബുകൾ എന്ന് പൊതുവെ പറയുന്നത്. പക്ഷെ അവിടെ പലപ്പോഴും അങ്ങനെ ആവും എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കതിൽ വിമർശനമുണ്ട്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കലഹിക്കുകയും ചെയ്യാറുണ്ട് അവരോട്. ഇപ്പോൾ ഒറ്റയ്ക്ക് വലിയ ഫൈറ്റുകൾ നടത്തുന്ന ആളുകൾ, ഒറ്റയാൻ പട്ടാളമായി നിൽക്കുന്ന ആളുകൾ, അവര് ആ സമൂഹത്തിൽ ഒരു മാതൃകയായിരിക്കും. അവര് ആയിരക്കണക്കിന് ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും അവരുടെ ജീവിതം. അതൊക്കെ വലിയ വാർത്തകളായി സംസ്ഥാനത്തൊട്ടാകെ ചർച്ച ചെയ്യുകയാണ്. അതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രാമീണ കേരളത്തിൽ നിന്നാണ്. മീഡിയ സെന്റർ പ്രസിഡന്റ് റജി ശാമുവേൽ അധ്യക്ഷനായിരുന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മാധ്യമ സഹകരണ സംഘം ഡയറക്ടറുമായ ജിജു വൈക്കുത്തശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ, കുഞ്ഞുകോശിപ്പോൾ, സുരേഷ് ബാബു പാലാഴി, ഷീല പ്രസാദ്, മീഡിയ സെന്റർ സെക്രട്ടറി MM റജി, സുമ സജീവ് തുടങ്ങി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.
ഈരാറ്റുപേട്ടയിൽ നിന്ന് MDMA പിടികൂടി. ഈരാറ്റുപേട്ട സ്വദേശികളായ സഹീൽ, യാമിൻ എന്നിവരാണ് പിടിയിലായത്. 4.64 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇന്ന് വെളുപ്പിനെയാണ് സംഭവം. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്നും MDMA കണ്ടെടുത്തത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് MDMA കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് SHO തോമസ് KJ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിൽ അടച്ചില്ല. കോട്ടയം MD സെമിനാരി സ്കൂളിലെ ഫ്യൂസ് ഊരി KSEB. ഒടുവിൽ MLA ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ദിവസങ്ങൾ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ കോട്ടയം MD സെമിനാരി HSSലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഇടപെടലിലാണ് സ്കൂളിൽ വെളിച്ചം തിരികെ എത്തിയത്. 2014-19 വർഷങ്ങളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ സ്ട്രോങ് റൂമായി ഉപയോഗിച്ചിരുന്നത് MD സ്കൂളായിരുന്നു. ആ സമയത്തെ വൈദ്യുതി ബില്ലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടയ്ക്കാതെ കുടിശ്ശികയായത്. 3,18,000 രൂപയായിരുന്നു കുടിശ്ശിക. ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി 1.32 ലക്ഷമാക്കി കുറച്ചിരുന്നു. ഇത് അടയ്ക്കാതെ വന്നതോടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് KSEB വൈദ്യുതി വിച്ഛേദിച്ചത്. ഇതുമൂലം സ്കൂൾ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് സ്കൂളിലെത്തി വൈദ്യുതി മന്ത്രി, ജില്ലാ കളക്ടർ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നിവരെ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്ന് ഉടൻ സ്കൂളിലേക്കുള്ള ഫ്യൂസ് പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഇവർക്ക് ഇത് കൊടുത്തിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അത് പെട്ടിവെക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ കൊടുത്തിരുന്നു. കമ്മീഷൻ്റെ റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റിനോട് ഇവർ പോസിറ്റീവായി പ്രതികരിച്ചു. അതനുസരിച്ച് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തു, എല്ലാം ചെയ്തു. 2019-ലും 2021-ലും 2019-ലും 2 കാലത്തുള്ള ഈ പാർലമെന്റ് ഇലക്ഷന് ഇവർ സ്ഥലം കൊടുത്തതാണ്. സ്ഥലം കൊടുത്ത് അവരെല്ലാം ഇതൊക്കെ ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്നത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർ കൊടുത്തില്ല. ഇലക്ഷൻ കമ്മീഷനാണ് കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ, സ്കൂൾ വർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. സ്കൂളിൽ കറണ്ടെല്ലാം കട്ട് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ ഇതാണെങ്കിലോ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമ്പർ 1 സ്കൂളുമാണ്. കളക്ടർക്ക് ഞാൻ വേറെ റിക്വസ്റ്റ് കൂടെ കൊടുക്കും. കൊടുത്തതിന് ശേഷം അവർക്ക് കറണ്ട് റീറ്റെയിൻ ചെയ്യാൻ പറ. ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ ഗവൺമെൻറ് കൊടുക്കുക. അങ്ങനെയല്ല. ഫ്യൂസ് ഊരിയതോടുകൂടി കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, ക്ലാസ് എടുക്കാൻ നിവൃത്തിയില്ല. എല്ലാ സൗകര്യങ്ങളും അതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെയൊക്കെ നിന്നുപോയി. അതിനാണ് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ വിളിച്ചു, ജില്ലാ കളക്ടറെ വിളിച്ചു. മിനിസ്റ്റർ തന്നെ ഇവിടെ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമാണ് MLA സ്കൂളിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, ദിവസ വേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിൻ്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക, സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ആ സമരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരായിരിക്കും ഏറ്റവും അധികം സമരരംഗത്ത് വരുന്നത്. നിരവധിയായ ആവശ്യങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി പലപ്പോഴും അധികം സമരരംഗത്തേക്ക് വരാതെ അവരുടെ കർമ്മമണ്ഡലമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും ഒക്കെ മുൻനിർത്തി കൂടുതൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു മാതൃകയായി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അധ്യാപകർ. പക്ഷെ അതുകൊണ്ട് തന്നെ
പലപ്പോഴും നമുക്കറിയാം ഏറ്റവും അധികം അവതരിക്കപ്പെടുന്നതും നമ്മുടെ ഈ അധ്യാപക വിഭാഗമാണ് എന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് കേരളത്തിലെമ്പാടും സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങള് ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരുന്നയിക്കുന്ന ആവശ്യങ്ങള് എന്തായിരുന്നു? ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ച് സമരം ചെയ്യുന്നതിന് പകരം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK ആറ്റ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, ഭാരവാഹികളായ സജി മാത്യു, MV ജോർജ് കുട്ടി, സിനി ട്രീസ, രാജിമോൻ ഗോവിന്ദ്, CBK ജോർജ്, ദീപു ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ്, ബിജു ഐസക്, ജോസഫ് മാത്യു, രാജേഷ് ചൊവ്വര, റെജി ജോർജ് എന്നിവർ സംസാരിച്ചു. ദൃശ്യ ന്യൂസ് തൊടുപുഴ. കടുത്തുരുത്തി പൂഴിക്കോൾ സെൻറ് മർത്താസ് LP UP സ്കൂൾ സമീപമുള്ള റോഡിൽ പുരയിടത്തിൽ നിൽക്കുന്ന 50 അടിയോളം പൊക്കമുള്ള ആഞ്ഞിലിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വലിയ ആഞ്ഞിലിമരം ഇടിവെട്ടി ഉണങ്ങി ഏത് നിമിഷവും താഴെ വീഴാവുന്ന രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ടോമി ചെമ്പനിയിൽ മുളക്കുളം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും വെട്ടിമാറ്റാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം. ഉടമ സ്ഥലത്തില്ലാത്തതിനാൽ വെട്ടിമാറ്റിയാൽ പഞ്ചായത്ത് സെക്രട്ടറി സമാധാനം പറയേണ്ടി വരുമെന്നാണ് മറുപടിയെന്നും അയൽവാസികൾ പറയുന്നു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ തന്നെ വെട്ടിമാറ്റാനും അല്ലാത്തപക്ഷമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സ്ഥലം ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം പഞ്ചായത്ത് വാങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടും വെട്ടിമാറ്റാൻ എന്താണ് ഇവർക്ക് മടിയെന്നും സമീപവാസികൾ ചോദിക്കുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇവിടെ അപകടകരമായിട്ടൊരു ആഞ്ഞിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95 ഇഞ്ച് വണ്ണമുള്ളൊരു ആഞ്ഞിലി, അത് ഇടിവെട്ടിയാൻ തോന്നുന്നു ഉണങ്ങി നിൽക്കുകയാണ്. ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അതിൻ്റെ വസ്തുവിൻ്റെ ഉടയക്കാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ, അതിനുള്ള അവകാശം ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിനോട് ചേർന്നാണ് ഈ ലൈൻ കമ്പി പോകുന്നത്. ഈ 3:30-3:45 പാലും വണ്ടി വരുമ്പോഴത്തേന് പിന്നെ LP സ്കൂൾ, UP സ്കൂൾ, ഈ സ്കൂളിലേക്കുള്ള കുട്ടികളും ഈ റൂട്ടിലൂടെ പോകുന്നു. അതിനേക്കാളും അത് 2 വീട് തൊട്ടപ്പുറം ഇപ്പുറമുണ്ട്. ആ വീടുകൾക്കും ഇത് അപകട ഭീഷണി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി, ഇത് വെട്ടിമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് പല പ്രാവശ്യം ജി നമ്മുടെ അടുത്ത് ചെന്നപ്പം സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് വന്ന മരം വെട്ടാൻ വേണ്ടി ആളെ വിളിച്ചുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. അതിന് വരെ ഉടമ്പടി പറഞ്ഞു നിർത്തുക, പഠിക്കുക ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ ഒന്നും ആൾ വന്നുമില്ല, ഒന്നും നടക്കണമില്ല. അതേ ഉള്ളൂ. ദൃശ്യ ന്യൂസ് വൈക്കം. ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പ അവാർഡ് ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിക്കും ലഭിച്ചു. 91.25% സ്കോർ നേടി ഇടുക്കി ജില്ലയിൽ 2ാം സ്ഥാനവും കമൻഡേഷൻ അവാർഡായി 30,000 രൂപയും നേടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആയുഷ് കായകൽപ്പ അവാർഡിന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി അർഹമായത്. സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ട് ആയുഷ് വകുപ്പ് കായകൽപ്പ അവാർഡ് ഈ വർഷത്തിൽ നൽകുകയാണ്. അതിൽ ആലക്കോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തിയതിന് ശേഷം ഇപ്പോൾ ഈ കായകൽപ്പ അവാർഡിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റ് ഈവൻ പ്രതിപക്ഷ അംഗങ്ങൾ വരെ വളരെ സഹകരണമാണ് നമ്മളോട് നടത്തുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂട്ടായ തീരുമാനം എടുത്തിട്ടാണ് നടത്തുന്നത്. HMC നമ്മുടെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കായകൽപ്പ അവാർഡ് ആയുർവേദ ഡിസ്പെൻസറിക്ക്
സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ ഡിസ്പെൻസറിക്ക് കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനമാണ്. എങ്കിലും ഒരു സ്ഥാനവും 2ാം സ്ഥാനമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതേറെ അഭിനന്ദനീയമാണ്. സ്റ്റാഫ്, അതുപോലെ ഡോക്ടർ സ്റ്റാഫ്, പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാനം നേടാൻ സാധിച്ചത്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനവും അറിയിച്ചുകൊള്ളു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണം വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുകയാണ്. സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിനാണെന്നും ഈഴവ സമുദായത്തിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞപ്പോൾ കൊടുവാളുകൊണ്ട് ചിലർ ഇറങ്ങുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP ശാഖ നേതൃസംഗമം മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂവാറ്റുപുഴ, കോതമംഗലം, കുത്താട്ടുകുളം യൂണിയനുകളിൽ നിന്നുള്ള 82 ശാഖകളിൽ അംഗങ്ങൾ പങ്കെടുത്തു. സംഘടനാ കാര്യങ്ങളുടെ വിശദീകരണം തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, PG ഗോപിനാഥ്, CP സത്യൻ, PS സോമൻ, ഷിനിൽകുമാർ, MP ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. വി ഡി സതീശൻ ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ട്. VS ഇവിടെ പിണറായിയൊക്കെ കായികമുണ്ട്, അവിടെ തന്തയുടെ പ്രായമുണ്ട്, കായികമുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാൾ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഈ സൈസ് തറ എനിക്ക് വയസ്സ് 88 ഉണ്ട്. പിന്നെ 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളൂ. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടിട്ടുണ്ട്. ഇത്തരം പറയുന്നൊരു വീഡിയോനെ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. ഏത് മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ്. ഈഴവനെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ലാൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. KPCC പ്രസിഡന്റ് ആരായിരുന്നു? സുധാകരൻ. ഒരു ഈഴവനായിരുന്നു. ആ KPCC പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ആ KPCC പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ ആ സെക്കൻഡ് അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ. സുധാകരൻ KPCC പ്രസിഡന്റ് അനവസരത്തിൽ അദ്ദേഹത്തെ താഴെ ഇറക്കിയിരുത്തി. പിണറായിയെ ചീത്ത പറയുക, വി ഡി സതീശൻ നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ ചീത്ത പറയുക, എന്നെ ചീത്ത പറയുക, എന്നെ കണ്ണുകെട്ടി കണ്ടുപോകാം. ഞാൻ എന്നെ ചെയ്തിട്ടാണ്? എനിക്ക് ശ്രീനാരായണ ധർമ്മം അറിയാൻ പാടില്ല. ഇയാൾക്ക് എന്നാ ധർമ്മം അറിയാം? ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ പാടില്ല. ഇയാൾക്ക് എന്നാ അവർ പറയുമ്പോൾ ഒത്തു പറഞ്ഞ് എങ്ങനെ സ്ഥാനം അടിച്ചെടുക്കണം? മുസ്ലിം ലീഗിന് ഒത്തു പറയണം, എന്നിട്ട് അടുത്ത സ്ഥാനം ഉറപ്പിക്കണം. മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്. വലിയ കാലത്ത് വെള്ളമൊഴിച്ചിട്ട് നടക്കുകയാണ്. വെള്ളമൊഴിച്ചിരിക്കണമല്ലാതെ ആ വെള്ളം വാങ്ങി താഴെ വെച്ചാണ് നല്ലത്. ആകാശത്ത് അപൂർവ പ്രതിഭാസം 2027 ഓഗസ്റ്റ് 2 അരങ്ങേറും. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കും. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ഗ്രഹണപാത മൊറോക്കോ, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണ ഇരുട്ട് പരത്തും. എന്നാൽ ഇന്ത്യക്ക് ഈ പൂർണ്ണഗ്രഹണം ദൃശ്യമാകില്ലെങ്കിലും ഭാഗിക സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും സാധിക്കും. പകലിനെ രാത്രിയാക്കി മാറ്റുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ നിമിഷങ്ങളോളം നിശ്ചലമാക്കുന്ന ആ ഒരവസ്ഥ. ഏതാനും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ കാഴ്ചയിൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ പക്ഷികൾ നിശബ്ദമാകുന്നു, വായു തണുക്കുന്നു, ആകാശം സന്ധ്യാസമയത്തേതുപോലെ ഇരുണ്ടുവരുന്നു. സൂര്യൻ്റെ പ്രകാശമുള്ള കൊറോണ ഒരു നേർത്ത പ്രകാശവലയം പോലെ കാണപ്പെടുന്നു. സാധാരണ നിലയിൽ അദൃശ്യമായ ബാഹ്യാന്തരീക്ഷം ഒരു പ്രകാശവലയമായി മാറുന്നു. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നേരിട്ട് കടന്നു പോകുമ്പോൾ അത് സൂര്യൻ്റെ ഉപരിതലത്തിൽ ഒരു നിഴൽ വീഴ്ത്തുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറച്ചതായി തോന്നുന്നു. ഈ ആകാശഗോളങ്ങളുടെ നൃത്തമാണ് പൂർണ്ണ സൂര്യഗ്രഹണത്തിലേക്ക് നയിക്കുന്നത്. 2027 ഓഗസ്റ്റ് 2
ലോകം അത്തരമൊരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിക്കും. ഇത് ഒരു സാധാരണ ഗ്രഹണമല്ല. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 6 മിനിറ്റോളം ഇത് നീണ്ടു നിൽക്കുമെന്നതിനാൽ ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നായി ഇത് മാറും. ദശലക്ഷക്കണക്കിന് ആളുകൾ ചന്ദ്രൻ്റെ നിഴലിന് കീഴിലായിരിക്കും. പകൽ സമയത്ത് പൂർണ്ണ ഇരുട്ടനുഭവിക്കും. സമീപ വർഷങ്ങളിൽ ജ്യോതിശാസ്ത്രപരമായ സംഭവങ്ങളിൽ പൊതുജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിച്ചതോടെ ഓഗസ്റ്റ് 2, 2025 സൂര്യഗ്രഹണമുണ്ടോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ആകാശ നിരീക്ഷകർക്കിടയിലും സജീവ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 2027 ഓഗസ്റ്റ് 2 നടക്കാനിരിക്കുന്ന വലിയ സൂര്യഗ്രഹണത്തിനായുള്ള ആഗോള താൽപ്പര്യം ഇതിന് പിന്നിലുണ്ട്. എന്നിരുന്നാലും 2025 സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 2 സൂര്യഗ്രഹണം ഉണ്ടാകില്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജ്യോതിശാസ്ത്ര കലണ്ടറുകളിൽ നിന്നോ തെറ്റായി ലേബൽ ചെയ്ത ഓൺലൈൻ ഇൻഫോഗ്രാഫിക്സിൽ നിന്നോ അല്ലെങ്കിൽ വർഷം തെറ്റിപ്പോയ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ ആകാം. 2025 ഓഗസ്റ്റ് 2 ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഒരു സൂര്യഗ്രഹണവുമില്ലെന്ന് ബഹിരാകാശ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രഹണം യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലൂടെ കടന്നുപോകും. ഏകദേശം 6 മിനിറ്റോളം പല നഗരങ്ങളെയും പൂർണ്ണ ഇരുട്ടിലാഴ്ത്തും. 2014 വരെ ഭൂമിയുടെ കരപ്രദേശത്തു നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമായിരിക്കും ഇത്. നിർഭാഗ്യവശാൽ ഇന്ത്യ പൂർണ്ണ ഗ്രഹണത്തിൻ്റെ പാതയിൽ ഉൾപ്പെടുന്നില്ല. എന്നിരുന്നാലും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. തെക്കൻ സ്പെയിനിലൂടെയും ജിബ്രാൾട്ടറിലൂടെയും കടന്നുപോകും. തുടർന്ന് വടക്കൻ ആഫ്രിക്കയിലേക്കും നീങ്ങും. മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയും കടന്നുപോകും. അവിടെ നിന്ന് ചെങ്കടലിലൂടെ കടന്ന് സൗദി അറേബ്യ, യമൻ, സോമാലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും പ്രവേശിക്കും. ഈജിപ്തിലെ ലക്സറിൽ 6 മിനിറ്റിലധികം പൂർണ്ണ ഇരുട്ട് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.